നമ്മുടെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ അവസാനമായിട്ട് ഈ കാറിൽ നിന്ന് ഇറങ്ങുന്ന ആൾ വിജയിക്കും ഗൈസ്. നമ്മുടെ ഈക്കോയാണ് ഗൈസ് ഇതിന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം വാതിലടച്ച് ഗൈസ്. അപ്പോൾ ഞാനും കയറാൻ പോവാണ് ഗൈസ്. താക്കോല് നമ്മൾ ഉപയോഗിക്കുന്നില്ല ഗൈസ്. അയ്യോ ഞാനും കയറിയിട്ടുണ്ട് ഗൈസ്. നമ്മളിനി കാറിനകത്താണ് ഗൈസ്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. എന്തിനാണ് ഗ്ലാസ് കിട്ടാറ്? ഗ്ലാസ് ഇടണ്ട. അപ്പം ഗൈസ് നമുക്ക് കുറച്ച് നേരം വീട്ടിരിക്കാവേ. ഇപ്പോൾ ഒരു ഇത് വെച്ച് ഒരു ചലഞ്ചാണ്. അതിനകത്ത് ജയിക്കുന്ന ആൾക്ക് ഈ ഗ്ലാസ് തുറന്നിടാം ഗൈസ്. ഇത് തുറന്ന് കിടക്കുവാണ്. തോക്കുവാണെങ്കിൽ ഗ്ലാസ് മൊത്തത്തിൽ ഇടേണ്ടി വരും ഗൈസ്. അപ്പം ഗൈസ് നമുക്ക് നേരെ ചലഞ്ച് ചെയ്തല്ലേ. സോൺ പേപ്പർ സീസേഴ്സ് ആണേ. ഇവിടെ ക്യാമറ ഇരിക്കും. ബാ കാണുന്നില്ലേ ഇച്ചിരി കൂടെ. ഗൈസ് അപ്പം ഗൈസ് സോൺ പേപ്പർ സീസേഴ്സ്. സ്റ്റോൺ പേപ്പർ സീസേഴ്സ്. സ്റ്റോൺ പേപ്പർ സീസേഴ്സ്. സ്റ്റോൺ പേപ്പർ സീസേഴ്സ്. മൂന്നാണ്. സ്റ്റോൺ പേപ്പർ സീസേഴ്സ്. സ്റ്റോൺ പേപ്പർ സീസേഴ്സ്. ഒന്ന്. സ്റ്റോൺ പേപ്പർ സീസേഴ്സ്. സ്റ്റോൺ പേപ്പർ സീസേഴ്സ്. യെസ് മൂന്ന്. അടച്ചിട്ട് അടച്ചിട്ടേക്കായിരുന്നു ഗൈസ്. ഇനി എന്തോരം നേരം ഇങ്ങനെ ഇരിക്കണം. ഇപ്പം ഏകദേശം വൈകിട്ട് 5 മണിയാണ് ഗൈസ്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന വൈകിട്ട് 6 മണി വരെയാണ് ഗൈസ്. കാരണം രാത്രിയൊന്നും നമ്മളെ കൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. അമ്മയുടെ ഫോണാണ് ഗൈസ്. അമ്മ ഫോൺ നമുക്ക് ഗിയർ മാറ്റാൻ പറ്റും ഗൈസ്. ഗിയറൊന്നും മാറ്റല്ലേ. ഇത്തിരി കാറ്റുണ്ടല്ലോ നമുക്ക്. ഇത്തിരി കാറ്റുണ്ടല്ലോ. താക്കോല് ഉപയോഗിക്കാം. താക്കോല് നമ്മുടെ ഇരിക്കും. വേണ്ട എന്തോ സാറ് ഇരിക്കുന്നുണ്ട്. ആകെ നമ്മുടെ ഈ പകുതി വെള്ളമേ ഉള്ളൂ. ദേവന്റെ കയ്യിൽ പറഞ്ഞുണ്ട്. കാണിച്ചേടേ വെള്ളം. പക്ഷെ എനിക്കാണ് ഇച്ചിരി കൂടുതലൊന്നും പറയാം. നോക്കണ്ട. താക്കോല് ഓഫാ. നമ്മൾ ഇത് ഇതുവരെ തീരുവാണെങ്കിൽ ഞാൻ മാറ്റി കൂട്ടിക്കിട്ട് പോയാലോ. അടുത്ത ചലഞ്ചിനുള്ള സമയമായിട്ടുണ്ട് ഗൈസ്. അടുത്ത ചലഞ്ച് എന്തിനാണ്? ചലഞ്ചിനകത്ത് തോക്കുന്നവർക്ക് ചെറിയ വെള്ളം, ജയിക്കുന്നവർക്ക് എനിക്ക് ഗൈസ് തോക്കുന്നവർക്ക് ചെറിയ വെള്ളം, ജയിക്കുന്നവർക്ക് വലിയ വെള്ളം. നിനക്കൊരു ചലഞ്ച് തരട്ടെ. നിനക്കത് ഫ്രണ്ടും ഫസ്റ്റ് സെക്കൻഡ് വിടാൻ പറ്റുമോ? കാരണത്തിങ്ങനെ ഇരിക്കണം. അത് നമുക്കും അറിയാം. ഒരു ചലഞ്ച് പറഞ്ഞു. ഇനി നമ്മള് വെളി ഇറങ്ങിയിരിക്കണം. മനസ്സിലായേ? നമ്മള് വെളി ഇറങ്ങിയിരിക്കണം. പക്ഷെ കാറിൽ നിന്ന് വിട്ടുപോകരുത്. അതാണ് ചലഞ്ച്. കാറിനകത്തുനിന്ന് വെളിയിലേക്ക് ഒന്നും സഞ്ചരിക്കരുത്. നമ്മളിപ്പം വെളി ഇറങ്ങുകയാണെങ്കിൽ കാറിൽ ഇങ്ങനെ ടച്ച് ഉണ്ടായാ മതി. മനസ്സിലായേ? ഈ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം കാർ നമ്മള് ലീവ് ചെയ്യണം. കുത്തട്ടടാ. ഞാൻ കുത്തട്ടടാ. അവൻ കുത്താൻ പോണ്. നിങ്ങൾ നല്ല രീതിയിലാണ്. ഞാൻ കുത്തൊന്നുമില്ല. ചലഞ്ച് എന്താന്ന് വെച്ചാൽ വെളി ഇറങ്ങുക, എന്നിട്ട് ഒരു വിരലിൽ നിൽക്കുക. അതാണ് ഗൈസ് ചലഞ്ച്. അപ്പം ഗൈസ് തൊട്ട് നിന്നാ മതിയേ. അപ്പം ബാ വെളി ഇറങ്ങാം. ബാ ഇറങ്ങ്. ഞാൻ ഇറങ്ങുന്നില്ല. ഇറങ്ങ്. അപ്പൊ ഞാനും വെളിയിലേക്ക് ഇറങ്ങാൻ പോണ്.
ഞാൻ കൈ ടച്ചിട്ടില്ലേ. എന്നാലും ഗൈസ് എൻ്റെ കാല് താണ്ടി ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വെളി ഇറങ്ങട്ടെ. ഇരിപ്പുണ്ട് ഗൈസ്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഗൈസ് നമ്മൾ നമ്മുടെ ഫ്രണ്ട് വന്നേ. ദേവാ ഇവിടെ വന്നിരുന്നേ പറ്റൂ. ഇവിടെ വന്നേ പറ്റുവേ ഗൈസ്. ആണ്ട് ഇവിടെ ഞാൻ ബോഡി ടച്ച് ചെയ്തിട്ടുണ്ട്. ദേവാ വന്നേ പറ്റുവേ ഗൈസ്. എനിക്ക് മുള്ളം മുട്ടുന്നു ഗൈസ്. എനിക്ക് എമർജൻസി ടോയ്ലറ്റിൽ പോണം. കാല് കുത്തി ഇപ്പൊ. അപ്പം ഗൈസ് ഞാനും അകത്ത് കയറട്ടെ. സീറ്റ് വന്നിരുന്നു ഗൈസ്. വാതിൽ തുറന്നിട്. അതാണ് ചലഞ്ച്. നീ ഗ്ലാസ് ഇട്. ഞാനല്ലേ ജയിച്ചത്. ഗ്ലാസ് ഇടേണ്ട അവസ്ഥ വന്നു ഗൈസ്. എനിക്ക് ഇവിടുത്തെ തുറക്കാനും പറ്റും ഗൈസ്. ചെറിയ കുപ്പി ആർക്കാണോ എന്ന് തീരുമാനിക്കുന്നതാണ്. തോക്കാണെങ്കിൽ ചെറുത് ജയിക്കുവാണെങ്കിൽ വലുത്. നമുക്ക് സോണ കളിക്കാം. സ്റ്റോൺ പേപ്പർ സിസേഴ്സ്. ഒന്ന് ഗൈസ്. ഒന്ന് അഞ്ചാമതാണ്. സ്റ്റോൺ പേപ്പർ സിസേഴ്സ്. ഒരു കള്ളക്കളിയില്ല ഗൈസ്. ഞാൻ അന്തസ്സായിട്ട് വിജയിച്ച്. ഐസ് ചീറ്റിംഗ് ആണ്. കാരണം എനിക്കാണ് വലിയ ഉപ്പിനാണ്. നേരത്തെ ഞാനാണ് വലിയ ഉപ്പി വെച്ചത്. ഗൈസ് ഐ ആം ദി വിന്നർ ഇൻ വാട്ടർ ബോട്ടിൽ. അതിന് വെള്ളം കുടിച്ചാൽ ചടങ്ങ്. ഭൂതം മല എന്തോ അടിച്ചു പൊട്ടിക്കാണ്. സത്യം പറയാൻ നേരത്തെ ഞങ്ങള് ക്ലച്ചിട്ട് കളിച്ചായിരുന്നു. പക്ഷെ ക്ലച്ചിട്ട് ഗിയറിട്ട് കളിച്ചായിരുന്നു. ഗിയറിട്ട് കളിച്ചപ്പോൾ ഗൈസ് ഫോൺ ചൂടായി കേട്ടാ. അവൻ ഗൈസ് ഈ വ്ളോഗ് ചെറിയൊരു വ്ളോഗാണ് ഗൈസ്. അരമണിക്കൂറത്തെ ഇത് ചുമ്മാ നമ്മൾ എടുത്തതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ ഒരു സർവൈവൽ കാറിനകത്തിരിക്കൽ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും വെറൈറ്റി ചലഞ്ചസ് നിങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ അടിയിൽ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അടുത്ത വ്ളോഗ് കാണുന്നവരെ ബൈ ബൈ.